വെൽക്കം ബാക്ക് ടു വിമൻസ് എറ. അങ്ങനെ നമ്മൾ തേഴ്സ്ഡേ സ്പെഷ്യൽ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് വരികയാണ്. ഇന്ന് നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഡോക്ടർ തോമസ് നൈനാനാണ്, യൂറോളജിസ്റ്റ്, NMC മെഡിക്കൽ സെന്റർ അൽനാദ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നതിനെ കുറിച്ച്. നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ യൂറിനറി ഇൻഫെക്ഷൻസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വിളിച്ചു തുടങ്ങാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. സോ വൺസ് അഗെയിൻ welcome to Care and Cure. Doctor, welcome to the show. Thank you. Doctor, നമ്മളെല്ലാവരും കുട്ടികൾക്കാണെങ്കിലും ശരി വലിയവർക്കാണെങ്കിലും ശരി എല്ലാവർക്കും ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ഒരു സംഭവമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? കുട്ടികൾക്കല്ല, but for adults. Adults. കുട്ടികൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ is a very a disease which has to be considered very seriously. Okay. So for adults, yes. Okay. എന്താണ് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂറിൻ്റെ അകത്ത് ഉള്ള അണുബാധ ഇൻഫെക്ഷൻ, presence of infection due to commonly bacteria and very rarely due to other organisms. Most commonly it is a bacterial urinary tract infection. അപ്പോൾ അതിൻ്റെ കൗണ്ട് കൂടുന്നുണ്ടേ it manifests as difficulty. മൂത്രമൊഴിക്കാനുള്ള വിഷമം, മൂത്രമൊഴിക്കുന്നുണ്ടെ വേദന, മൂത്രമൊഴിക്കുന്നുണ്ടെ ചിലപ്പം കളർ വ്യത്യാസം, പല പ്രാവശ്യം മൂത്രമൊഴിക്കുക. കോമണസ്റ്റ് ഫീച്ചർ ഈസ് ഫ്രീക്വൻസി ആൻഡ് ഡിസ്യൂറിയ. അതായത് പല പ്രാവശ്യം മൂത്രമൊഴിക്കാൻ മുട്ടും, അതേപോലെ മൂത്രമൊഴിക്കുന്ന ഓരോ പ്രാവശ്യവും മൂത്രമൊഴിക്കുന്നുണ്ടെ ഭയങ്കര വേദന ഉണ്ടാവും മൂത്രമൊഴിക്കുന്നിടത്ത്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സിംറ്റം വിത്ത് വിച്ച് ദ പേഷ്യൻ്റ് നോസ് എനിക്കൊരു അസുഖമുണ്ട്, ഒരു ഡോക്ടറിനെ കാണണം എന്നുള്ള ഫീലിംഗ് വരുന്നത് ഈ രണ്ട് സിംറ്റംസോട് കൂടിയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ക്യാൻ ബി ഡ്യൂ ടു മെനി കോസസ്. സോ ഐ വുഡ് ലൈക്ക് ടു ക്ലാസിഫൈ ആൻഡ് രണ്ടായിട്ട് ഭാഗിക്കാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ ദ ഫീമെയിൽ ആൻഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ ദ മെയിൽ. ഇത് വിമൻസ് ഇറ പ്രോഗ്രാം ആയതുകൊണ്ട് വി വിൽ ഡീൽ മോർ എക്സ്റ്റെൻസീവ്ലി വിത്ത് UTI or urinary tract infection in the woman. For a woman, anatomically, the urinary tract വളരെ ഒരു complicated structure ആണ്. Because the bladder നിന്ന് നേരെ താഴോട്ട് വരുന്ന urethra. ആ urethra is very short. It is about 2.5 inches, 2.5 centimeters or maybe about 3.5 centimeters maximum for a young girl. And those who have had vaginal deliveries, അതായത് വജന വഴി പ്രസവിക്കുന്നവർക്ക്, സുഖപ്രസവമുള്ളവർക്ക് ഈ യൂറിത്രയുടെ ലെങ്ത് ഓരോ പ്രസവം കഴിയുന്തോറും കുറയും. അപ്പം എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറുമായിട്ട് ഈ യൂറിത്ര മാത്രമേ ഉള്ളൂ ബ്ലാഡറിനെ കണക്ട് ചെയ്യുന്നത്. സോ വെരി ഈസി ടു ഗെറ്റ് ഇൻഫെക്ഷൻ ഫ്രം ദി എക്സ്റ്റേണൽ ഏരിയാസ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂറിത്ര, അതായത് മൂത്രക്കുഴൽ ഇറങ്ങി വരുന്നത് ഈ വെജൈനയുടെ ജസ്റ്റ് മുകളിലാണ്. അപ്പോൾ അവിടെ ജനറലി വേറെവർ ദർ ഈസ് വെറ്റ്നെസ്, എവിടെയൊക്കെ നനവുണ്ടോ അവിടെ എല്ലാം അണുക്കളുടെ എണ്ണം കൂടുകയാണ്. സോ ഈ അണുക്കളുടെ എണ്ണം കൂടുന്നിടത്ത് എപ്പോഴും ദർ വിൽ ബി ചാൻസ് ഫോർ ഇൻഫെക്ഷൻ. ബട്ട് ബോഡി ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ പോകും. വെൻ ദിസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ഡിസ്റ്റർബ്ഡ് ബൈ മീൻസ് ഓഫ് എനി ഡിക്രീസ്ഡ് ഇമ്മ്യൂണിറ്റി ഓർ ഇൻക്രീസ്ഡ് ഇൻഫെക്ഷൻ ഡ്യൂ ടു ഡിക്രീസ് ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കൂടി കുറയുന്നുണ്ടെ ഒക്കെയാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. ഇതുകൂടാതെ കൺജനിറ്റൽ ഡിഫോമിറ്റീസ്, അത് ജന്മനാവേ ഉള്ള പ്രശ്നങ്ങൾ. ഈ ജന്മനാവേ ഉള്ള പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് കുട്ടികളുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് ചാപ്റ്റർ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി യൂറോളജിസ്റ്റ് മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ജന്മനാവേ ആ കുട്ടിക്ക് യാതൊരു അസുഖവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കൺജനിറ്റൽ ഡിഫെക്ട്സ്. Commonest cause of urinary tract infection in women is invariably because they hold urine. കുറേ നേരം മൂത്രം പിടിച്ചു വെക്കും. അതേപോലെ നിവൃത്തി ഉണ്ടെങ്കിൽ വേറൊരു ബാത്റൂമിൽ അവർക്ക് പോകാൻ ഇഷ്ടമല്ല. അവർക്ക് they would like to go to the bathroom in their home and then only they will pass urine. So holding urine for a long time is not very good for a
lady. ഓക്കെ. പിന്നെ അതുപോലെ ഡോക്ടർ ഇത് കണ്ടേജിയസ് ആണോ ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ? എസ്പെഷ്യലി നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വരുമോ? ഇല്ല, പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്നതന്നെ വരുന്നില്ല. കാരണം ദർ ഈസ് നോ കോണ്ടാക്ട് ഓഫ് ദി യൂറിത്ര. പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് യൂറിത്ര കോണ്ടാക്റ്റ് ഇല്ല. പിന്നെ ഇപ്പോൾ ഉള്ള മെജോറിറ്റി ഓഫ് പബ്ലിക് ടോയ്ലറ്റ്സ് യു ക്യാൻ സാനിറ്റൈസ് ദി ടോയ്ലറ്റ് സീറ്റ് ആൻഡ് സിറ്റ്. സോ ദാറ്റ്സ് നോ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇസ് നോട്ട് കണ്ടേജിയസ്. ഓക്കെ. ഇതല്ലാതെ ഇപ്പോൾ ജെൻസിനാണെങ്കിൽ എന്തൊക്കെയാണ് കോസസ്? ജെൻസിന് ദ കോസസ് ആർ ഡിഫറെൻറ്റ് ബിക്കോസ് യൂഷ്വലി ഈ ലോങ് യൂറിത്ര മൂത്ര സഞ്ചിന്ന് വരുന്ന കുഴലിന് നീളം കൂടുന്തോറും പ്രൊട്ടക്ഷൻ കൂടുകയാണ്. ആൻഡ് ഫോർ ആൻ ആവറേജ് ജെൻറ്റ് ദി യൂറിത്ര ഏകദേശം 15 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ആ നീളം തന്നെ ജെൻറ്റിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. സോ ജെൻസിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഈസ് മച്ച് ലെസ് കോമണർ ദാൻ ഇൻ വിമൻ. അതുകൊണ്ട് വിമൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കൂടുതലായിട്ട് നമ്മൾ ക്ലിനിക്കിൽ കാണുന്നത്. കൂടുതലായിട്ട് പ്രശ്നങ്ങളുള്ളത് അവർക്കാണ്. വെള്ളം കൂടി കുറവ് അവർക്കാണ്. മൂത്രമൊഴിക്കാനുള്ള താമസം വരുത്തുന്നത് അവരാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാരണം, യൂറിത്രയുടെ ലെങ്ത് കുറയും. കാരണം ഈ ഓരോ സുഖപ്രസവം കഴിയും തോറും യൂറിത്രയുടെ ലെങ്ത് കുറയും. ബിക്കോസ് ദർ ഇസ് എ സ്ട്രെയിൻ ഓൺ ദി യൂറിത്ര വെൻ ദ ഹെഡ് ഓഫ് ദ ചൈൽഡ് കംസ് ഔട്ട്. സോ ഒരു 3 പ്രസവിച്ച സ്ത്രീക്കാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കമ്പയർഡ് ടു എ ലേഡി ഹു ഹസ് നെവർ had a baby or never delivered. Young girls who just get married have a very distinctive form of urinary tract infection. അതിനെയാണ് നമ്മൾ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫ്രഷ്ലി മാരീഡ് ആകുമ്പോൾ വെൻ ദേ ഇൻഡൽജ് ഇൻ ഇൻ്റർകോഴ്സ്, ആ ഇൻ്റർകോഴ്സ് കാരണം എക്സ്റ്റേണൽ ബാക്ടീരിയ, അതായത് വെജൈനയുടെ ആ ഭാഗത്തുള്ള ബാക്ടീരിയ എല്ലാം they will likely to migrate into the urinary bladder and produce urinary infection. Okay. Yeah. ഡോക്ടർ, പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ നോർമൽ ഡെലിവറിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പൊതുവെ നമ്മുടെ ബ്ലാഡറിനൊക്കെ ഭയങ്കര ഒരു സ്ട്രെസ്സും ഇതൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെലിവറി കഴിഞ്ഞാൽ നോർമലി സ്ത്രീകൾക്ക് ചില സമയത്തൊക്കെ നമുക്ക് യൂറിൻ പാസ് ശരിക്കും ഫുള്ളായിട്ട് അങ്ങോട്ട് പോണില്ല എന്നുള്ളൊരു തോന്നൽ നമ്മൾ അങ്ങനെ വരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണ്? ഈ അബ്ഡമിൻ്റെ അകത്ത് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലുള്ളത് യൂറിനറി ബ്ലാഡറാണ്. അതിൻ്റെ തൊട്ട് പുറകിലാണ് ഗർഭപാത്രം, യൂട്രസ്. അപ്പോൾ യൂട്രസ് വലുതാകുന്നുണ്ടേ ഈ യൂറിനറി ബ്ലാഡറിനെ യൂട്രസ് പ്രസ് ചെയ്യുന്നുണ്ടേ ചിലപ്പം മൂത്രം മുഴുവൻ പുറത്തോട്ട് ഒഴിക്കാൻ ഒരു തടസ്സം കാണും ബിക്കോസ് ഓഫ് ദി ഗ്രോത്ത് ഓഫ് ദി യൂട്രസ്. അപ്പോൾ അതൊരു കാരണം. വെനെവർ ദർ ഈസ് യൂറിൻ എവിടെ കെട്ടിക്കിടന്നാലും അവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരും. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ആ കിച്ചൺ സിങ്കിൽ നിന്ന് ഒരു ദുർമണം വരും. ബിക്കോസ് ദ വാട്ടർ ഈസ് നോട്ട് ഗോയിങ്. അപ്പോൾ ആ ബ്ലോക്ക് തടസ്സം എവിടെല്ലാം യൂറിനറി ബ്ലാഡറിനൊരു തടസ്സമുണ്ടോ അവിടെ എല്ലാം യൂറിൻ കെട്ടിക്കിടക്കും. ആ കെട്ടിക്കിടക്കുന്ന യൂറിൻ ഇൻഫെക്റ്റഡ് ആവും. ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതെ മാറില്ല. സോ വെൻ ദി യൂട്രസ് ഗ്രോസ്, ഗർഭസമയത്ത് ഗർഭപാത്രം വളരുമ്പം അത് ഇറ്റ് വിൽ പ്രസ് ഓൺ ദി യൂറിത്ര ആൻഡ് പ്രൊഡ്യൂസ് സം എമൗണ്ട് ഓഫ് യൂറിനറി റിട്ടൻഷൻ. അതുകൊണ്ടാണ് ചില ഗർഭിണികൾക്ക് ഹു ഹാവ് എ പ്രൊപ്പൻസിറ്റി, ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള സ്ത്രീകളോട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കും ഒരു ദിവസം ടൈംഡ് വോയിഡിങ്, അതായത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുന്നുണ്ടേ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയില്ലെങ്കിൽ പോലും വാഷ്റൂമിൽ പോയിട്ട് മൂത്രം ഒഴിക്കണം. ഇപ്പോൾ ഈ ഒരു റിട്ടൻഷൻ, ഈ ഒരു യൂറിനറി റിട്ടൻഷൻ നമ്മൾക്ക് ഈ ഒരു പ്രഗ്നൻസിയിലല്ലാതെ ഇത് കഴിഞ്ഞിട്ടും നമുക്ക് പിന്നെ വരാനുള്ള സാധ്യത ഉണ്ടോ? ഡെലിവറി കഴിഞ്ഞാലും? ഡെലിവറി കഴിഞ്ഞിട്ട് അതൊരു വളരെ റെയർ കണ്ടീഷനാണ്, അക്യൂട്ട് ഡിസ്റ്റോണിയ ഓഫ് ദി ബ്ലാഡർ. അതായത് പ്രസവം കഴിയുന്നുണ്ടേ ഈ പെൽവിക് സ്ട്രക്ചേഴ്സ് എല്ലാം അങ്ങ് റിലാക്സ് ചെയ്യും. ആ റിലാക്സേഷൻ്റെ സമയത്ത് യൂറിനറി ബ്ലാഡറും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിലാക്സ് ആയിട്ട്, യൂറിനറി ബ്ലാഡറിൻ്റെ 2 പ്രവർത്തനങ്ങളേ ഉള്ളൂ. ഒന്ന് മൂത്രം ശേഖരിക്കുക, 2 മൂത്രം ഒഴിച്ചു കളയുക. അപ്പോൾ ഈ ശേഖരിക്കുന്ന ഫങ്ഷൻ ഓൾവേസ് ഇറ്റ് വിൽ ടേക്ക് പ്ലേസ്, കാരണം 2 മേളത്തെ കിഡ്നീസിൽ നിന്നും യൂറിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒഴിച്ചു കളയാനായിട്ട് യൂറിനറി ബ്ലാഡർ അങ്ങ് മറന്നുപോകും ചിലപ്പോൾ. ബട്ട് ദാറ്റ് ഈസ് എ വെരി റെയർ കണ്ടീഷൻ. യൂഷ്വലി ഫോളോയിങ് പ്രഗ്നൻസി അവർക്ക് നമ്മൾ ഒബ്സ്ട്രക്ഷൻ റിലീവ് ചെയ്ത് കൊടുക്കണം, ട്യൂബ് ഇട്ട് കൊടുക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് യൂറിനറി ബ്ലാഡറിന് അതിൻ്റെ പവർ തിരിച്ചു വരും. ഇപ്പം അതുപോലെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു പങ്ക് എന്താണ് ഇതിൽ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നത്?
എന്നോട് എപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്നത് എത്ര വെള്ളം കുടിക്കണം എന്നുള്ള ചോദ്യമാണ്. അപ്പം അതിനൊരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി വൺ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് 1.5 ലിറ്റർ മൂത്രം ഒരു ദിവസം ഉണ്ടാകണം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെ ഇത് അളന്നിട്ട് അതനുസരിച്ച് നമുക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ റൂൾ ഓഫ് തമ്പ് ഞാൻ പറയുന്നത് ഉണർന്നിരിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം കഴിഞ്ഞിട്ട് ഉണർന്നിരിക്കുന്ന സമയം ഈ 2 മണിക്കൂർ കൂടുന്നുണ്ടെ 200 മില്ലി വെള്ളം കുടിക്കണം. ഒരു ഗ്ലാസ്. അപ്പം 16 hours ഉണർന്നിരിക്കും, 8 മണിക്കൂർ ഉറങ്ങും, 16 മണിക്കൂറിൽ 8 ഗ്ലാസ് വെള്ളം 200 മില്ലി, അപ്പോൾ 1600 മില്ലി. സോ അബൌട്ട് 1.5 liters ഓഫ് വാട്ടർ പെർ ഡേ ഇഫ് യു ആർ ലിവിങ് ഇൻ എ നോർമൽ സർക്കംസ്റ്റൻസ്. അതേസമയത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്കറാണ്, ഭയങ്കര വെയിലത്ത് ജോലി ചെയ്യേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ് അറ്റൻഡറാണ്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ എയർ സൈഡ് ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആണ്, അവരൊക്കെ വെള്ളം കൂടി അതിൻ്റെ ഇരട്ടിയോ ലോക കുടിക്കേണ്ടി വരും ടു മെയിൻറ്റെയിൻ ആൻ ഔട്ട്പുട്ട്. സോ ബൈ ഡെഫിനേഷൻ 1.5 ലിറ്റർ മൂത്രം ഉണ്ടാകണം. പക്ഷേ ബൈ റൂൾ ഓഫ് തമ്പ് 1.5 ലിറ്റർ വെള്ളം ഒരു ദിവസം ഉണർന്നിരിക്കുന്ന സമയം കുടിച്ചിരിക്കണം. അതുകൊണ്ട് അതിൽ കൂടുതൽ കുടിക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഒരു മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ എപ്പോൾ സീക്ക് ചെയ്യണം? ഈ ഒരു ഇത് എപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു മെഡിക്കൽ അറ്റൻഷൻ? ഞാൻ പറഞ്ഞില്ലേ, യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ പേഷ്യൻറ്റിന് ആദ്യം വരുന്ന ബുദ്ധിമുട്ട് മൂത്രം ഒഴിക്കാനായിട്ടുള്ള വിഷമമാണ്. മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ മുട്ടും. മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുന്നിടത്ത് നീറ്റലുണ്ടാവും. അപ്പോഴാണ് സാധാരണ അവർ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് എനിക്കൊരു ഡോക്ടറിനെ കാണണമെന്ന് തോന്നുന്നത്. കഴിയുന്നിടത്തോളം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണണം. പോസ്റ്റ്പോൺ ചെയ്ത് ഒരു രാത്രി മുഴുവൻ കൂടെ വെച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഫീവർ വരും, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ യൂറിനിൽ ബ്ലഡ് ഉണ്ടാവും. അതെല്ലാം കാണുമ്പോൾ നമ്മൾ പേടിക്കും. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന ചികിത്സയും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് വേണ്ടി വരും, ചിലപ്പം ഒരു ദിവസം ചിലപ്പം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും. അതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് ഫ്രീക്വൻസി ആൻഡ് ഡിസ്യൂറിയ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുക, മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ നീറ്റൽ വരിക, ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണണം, യൂറോളജിസ്റ്റിനെ പോയി കാണണം. ഡോക്ടർ, ഒരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാത്? മായയാണ്. മായ, ഡോക്ടർ ചോദിച്ചോളൂ. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ് മായ. ഡോക്ടർ, ഞാൻ മായ. എനിക്ക് ലാസ്റ്റ് ഒരു 1 week മുമ്പ് സ്റ്റൊമക്കിന് ലെഫ്റ്റ് സൈഡിൽ നല്ല പെയിൻ വന്നിരുന്നു. എനിക്ക് നേരത്തെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ പെയിൻ ഒരു 2-3 days കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലക്ഷണമാണ് യൂറിനറി പെയിൻ വന്നപ്പം മായക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. വോമിറ്റിംഗ് വന്നിരുന്നു. അപ്പൊ ആരെങ്കിലും ഡോക്ടർമാരെ കാണിച്ചായിരുന്നോ? ഡോക്ടേഴ്സിനെ കാണിച്ചില്ല. ഒരു 4 days കഴിഞ്ഞ് കണ്ടിന്യൂസ് ഞാൻ ഇൻഫെക്ഷൻ ആണെന്ന് ഓർത്ത് വെള്ളം കണ്ടിന്യൂസ് കുടിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് മാറുകയും ചെയ്തു. ഒരു 4 days കഴിഞ്ഞപ്പോ അത് മാറി. മായ പറയുന്ന അനുസരിച്ച് യൂറിനറി ഇൻഫെക്ഷനെക്കാട്ടിലും സാധ്യത പ്രോബബ്ലി ഒരു ചെറിയ സ്റ്റോൺ ആയിരിക്കും, കല്ലായിരിക്കും. ഇടത്തെ കിഡ്നിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന കുഴൽ, യൂറിറ്റർ എന്ന് പറയുന്ന കുഴൽ, ആ കുഴലിൻ്റെ അകത്ത് ഒരു ചെറിയ സ്റ്റോൺ വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാവാം ആ പെയിൻ വന്നത്. മായ ധാരാളമായിട്ട് വെള്ളം കുടിച്ചു, ഒരുപക്ഷെ ആ യൂറിൻ്റെ കൂടെ ആ ചെറിയ കല്ലങ്ങ് പോയി. അതുകൊണ്ട് ഇപ്പം യു ആർ എസിംപ്റ്റമാറ്റിക്. എന്നാലും ഒരു പെയിൻ വന്ന സ്ഥിതിക്ക് ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് എനിക്ക് കല്ലുണ്ടോ ഇല്ലയോ എന്നൊന്ന് തീർച്ചയാക്കുന്നത് നല്ലതാണ്. ഓ ശരി ശരി ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ മായ, താങ്ക് യു സോ മച്ച്. ഡോക്ടർ, അപ്പോൾ ഈ UTI ഇൻഫെക്ഷനും സ്റ്റോൺസും ഡിഫറെൻ്റ് ആണ് അല്ലേ? സ്റ്റോൺസ് ആൻഡ് UTI ആർ ഡിഫറെൻറ്റ്, ബട്ട് വെനെവർ ദർ ഈസ് എ സ്റ്റോൺ ദർ ഈസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. എന്നാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴെല്ലാം സ്റ്റോൺ വേണമെന്ന് നിർബന്ധമല്ല. പക്ഷേ സ്റ്റോൺ ഉള്ളപ്പം ദർ ഈസ് എ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്പർ 1, സ്റ്റോൺ യൂറിനറി ട്രാക്റ്റിൽ ഒരു ഫോറിൻ ബോഡിയാണ്. ഏത് ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ വെച്ചാലും അവിടെ ഇൻഫെക്ഷൻ വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാത് കുത്തുന്നുണ്ടെങ്കിൽ ഇഫ് ദ ഗോൾഡ് ഇസ് നോട്ട് ഗുഡ് ഓർ ഇഫ് യു ആർ യൂസിങ് ആൻ ആർട്ടിഫിഷ്യൽ റിംഗ്, അത് ഇട്ട് കഴിഞ്ഞാലുണ്ടെങ്കിൽ നമ്മുടെ ചെവി പഴുക്കും. അതുപോലെ യൂറിൻ്റെ അകത്ത്, കിഡ്നിക്കകത്തോ യൂറിറ്ററിൻ്റെ അകത്തോ ബ്ലാഡറിൻ്റെ അകത്തോ ഒരു ചെറിയ കല്ലുണ്ടെങ്കിൽ അതൊരു ഫോറിൻ ബോഡിയാണ്. അവിടെ ഒരു ബോഡി വിൽ ക്രിയേറ്റ് എ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ ഭവിഷ്യത്തായിട്ട് ധാരാളം WBCs അവിടെ വരും. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരും. അപ്പം വെനെവർ ദർ ഇസ് എ ഫോറിൻ ബോഡി ദർ ഇസ് എ ലൈക്ലിഹുഡ് ഓഫ് ഇൻഫെക്ഷൻ. അതുകൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പം
വി ഹാവ് ടു സസ്പെക്ട് എ കോ എക്സിസ്റ്റിംഗ് സ്റ്റോൺ ഡിസീസ്. അതുകൊണ്ട് ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പം ഇപ്പം നമുക്ക് കോളർ ഉണ്ടായിരുന്നു, കോളർ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പം നമ്മൾ വി ഇൻവെസ്റ്റിഗേറ്റ് ദം ഫോർ സ്റ്റോൺസ് ഓൾസോ. കല്ലുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എന്താണ് ഈ നമുക്ക് കല്ല് വരാനുള്ള കാരണം? എന്താണ് ഈ കല്ല് എന്ന് പറയുന്നത്? 80% ഓഫ് സ്റ്റോൺസ് മെഡിക്കൽ ക്ലാസിഫിക്കേഷൻ പ്രകാരം ദേ ആർ ഇഡിയോപ്പത്തിക് സ്റ്റോൺസ്. ഇഡിയോപ്പത്തിക് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് ശരിക്കും ആ കല്ലുണ്ടാകുന്നതിൻ്റെ കാരണം എന്നാന്ന് അറിയത്തില്ല. 20% ഓഫ് സ്റ്റോൺസ് ആർ ബിക്കോസ് ഓഫ് എനി അതർ ഡിഫോമിറ്റി. അത് മെറ്റബോളിക് ഡിഫോമിറ്റി ആകാം, ഹൈപ്പർ യൂറിസീമിയ. ഈ ഗൾഫ് കൺട്രീസിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം ഹൈപ്പർ യൂറിസീമിയ, അതായത് യൂറിക് ആസിഡ് കൂടുതലായിട്ടുണ്ടാകും. യൂറിക് ആസിഡ് കൂടുമ്പോൾ ക്രിസ്റ്റലൈസ് ചെയ്യും ഈ സ്റ്റോൺ. ക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരും. അപ്പോൾ യൂറിക് ആസിഡ് മെറ്റബോളിസം പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂറിക് ആസിഡ് മെറ്റബോളിസത്തിൽ പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ യൂറിക് ആസിഡ് മെറ്റബോളിസത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്തിട്ട് അവരുടെ യൂറിക് ആസിഡ് ലെവൽ നമ്മൾ കുറയ്ക്കണം. കുറച്ചാൽ മാത്രമേ അവരുടെ സ്റ്റോൺ ഉണ്ടാകാനുള്ള പ്രവണത കുറയും. ചില പേഷ്യൻസ് ഉണ്ട് സ്റ്റോൺസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. 30, 40, 50 കല്ലുകൾ അവരുടെ ജീവിതകാലത്തിൽ അവർ പാസ് ചെയ്തിട്ടുണ്ടാവും. സോ ദേ ആർ ഓൾ ഡെഫിനറ്റ്ലി മെറ്റബോളിക് സ്റ്റോൺ ഫോമേഴ്സ്. എന്നാൽ only 20% of stone disease is metabolic stone disease. ബാക്കി 80% ഇഡിയോപ്പത്തിക്കാണ്. നമുക്കറിയത്തില്ല അതിൻ്റെ കാരണങ്ങൾ എന്നാണെന്നുള്ളത്. ചിലപ്പോൾ ഇറ്റ് മേ ബി കൺജനിറ്റൽ, ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് സം ഒബ്സ്ട്രക്ഷൻ സംവെയർ. കിഡ്നിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുടലിൽ എന്തെങ്കിലും ബ്ലോക്ക് കാണും, കിഡ്നിക്കകത്ത് ബ്ലോക്ക് കാണും. കിഡ്നിക്കകത്ത് തന്നെ ഈ റാൻഡാൽസ് പ്ലാക്സ് എന്ന് പറഞ്ഞിട്ട് കിഡ്നിയുടെ പാപ്പില്ലയുടെ അറ്റത്ത് ചെറിയ സ്റ്റോൺ ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാവും. എല്ലാവർക്കും സ്റ്റോൺസ് ഉണ്ടാവും. ഡോക്ടർ നമുക്കൊരു കോൾ കൂടി. ഷുവർ. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. സിനു എന്നാണ്. എന്താണ് പേര് പറയൂ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹായ്. കുറച്ചും കൂടി ഉറക്കെ സംസാരിക്കോ? 2 months ബിഫോർ ആണെങ്കിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ ഒക്കെ വന്നായിരുന്നു. അപ്പം ഞാനിവിടെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ പോയപ്പോൾ അവര് ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ബ്ലഡ് ചെക്ക് ചെയ്തു, കൂടുതൽ യൂറിനും കൂടെ ചെക്ക് ചെയ്തു. അപ്പം യൂറിൻ ചെക്ക് ചെയ്തപ്പം 50 to 60 പസൽസ് എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ അതിൻ്റെതായ ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അപ്പൊ 50 to 60 പസൽസ് വരുമ്പം സിംറ്റംസ് ഇല്ലാണ്ടിരിക്കുമോ എന്നൊന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പക്ഷെ ആന്റിബയോട്ടിക് എടുത്തു ആ കൂട്ടത്തില്. ആന്റിബയോട്ടിക് എടുത്തതിന് ശേഷം യൂറിൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു? ചെക്ക് ചെയ്തു. അപ്പം 50 to 60 എന്നുള്ളത് കുറഞ്ഞായിരുന്നു? അല്ല, നാട്ടിൽ പോയിട്ട് പിന്നെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ 50 to 60 എന്നുള്ളത് കുറഞ്ഞായിരുന്നു? 50, അത് 4 to 5. 4 to 5. നോർമലി യൂറിൻ്റെ അകത്ത് നമ്മൾ ഹൈ പവർ ഫീൽഡിൽ നോക്കുമ്പം ലെസ് ദാൻ 5 പസൽസേ പാടുള്ളൂ. ലെസ് ദാൻ 5. അപ്പം 5ൽ കൂടുതലുള്ളതെല്ലാം അബ്നോർമലാണ്. അപ്പോൾ 50 to 60 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അബ്നോർമലാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിംറ്റംസ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. അതേസമയം നിങ്ങൾ എന്നോട് പറയുന്നു നിങ്ങൾക്ക് ഫീവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഫീവറിൻ്റെ കാരണം ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിക്കൂടാന്നില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 50 to 60 പസൽസ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും ചെയ്യണം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് കിഡ്നീസ് 2 നോർമലാണോ, യൂറിറ്റേഴ്സ് നോർമലാണോ, കിഡ്നിക്കകത്ത് സ്റ്റോൺസ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് എപ്പോഴും ഒരു ഫ്രീക്വന്റ് യൂറിനേഷൻ ടെൻഡൻസി അങ്ങനെയാണല്ലോ ആദ്യം നമ്മൾ അറിയാമല്ലോ നമ്മൾ ഡയബറ്റിക് ആണെന്നുള്ളത്. അതിൻ്റെ ഒരു സയൻസ്. ഡയബറ്റീസിൽ ക്ലാസിക് ടീച്ചിങ് ഈസ് പോളിയൂറിയ, പോളിഫേജിയ, പോളിഡിപ്സിയ. പോളിയൂറിയ നിങ്ങൾ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള പ്രവണത. പോളിഫേജിയ ഇടയ്ക്കിടയ്ക്ക് വിശപ്പ്. അതുപോലെ പോളിഡിപ്സിയ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ടുള്ള, വായെല്ലാം എപ്പോഴും ഉണങ്ങിക്കൊണ്ടിരിക്കും, അവർക്ക് എപ്പോഴും വെള്ളം കുടിക്കാനായിട്ടുള്ള പ്രവണത. അപ്പോൾ ഡയബറ്റീസിൽ യൂറിൻ ഫ്രീക്വൻസി വരുന്നതും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ യൂറിൻ ഫ്രീക്വൻസി വരുന്നതും രണ്ടും 2 കാരണം കൊണ്ടാണ്. ഡയബറ്റീസിൽ യൂറിൻ ഫ്രീക്വൻസി വരുന്നത് ഷുഗർ കിഡ്നി കൂടെ ഇപ്പുറത്തോട്ട് യൂറിനിലോട്ട് വരുന്നു. ഷുഗർ വരുന്ന സമയത്തെല്ലാം ദർ വിൽ ബി അതിൻ്റെ കൂടെ വെള്ളവും കൂടെ വരും. വാട്ടർ ഹാസ് ടു കം വിത്ത് ദ ഷുഗർ മോളിക്യൂൾ ടു ത്രോ ദ ഷുഗർ മോളിക്യൂൾ ഔട്ട്സൈഡ്. അതുകൊണ്ട് ഡയബറ്റീസിൽ വരുന്ന ഫ്രീക്വൻസി ഈസ് ഡ്യൂ ടു ഷുഗർ കണ്ടന്റ് ഇൻ ദി യൂറിൻ.
അപ്പം ബ്ലഡ് ഷുഗർ 180, അതാണ് നമ്മൾ റീനൽ ത്രഷോൾഡ് എന്ന് പറയുന്നത്. 180യിൽ കൂടുതൽ ബ്ലഡ് ഷുഗർ വന്നു കഴിഞ്ഞാൽ യൂറിൻ ഷുഗർ കാണും. 180 വരെ യൂറിനിൽ ഷുഗർ കാണിക്കൂല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് യൂറിനിൽ ഷുഗർ ഇല്ല, അതുകൊണ്ട് എനിക്ക് ഡയബറ്റീസ് ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ദ ബ്ലഡ് ടെസ്റ്റ് ഇസ് ദി ഫൈനൽ ടെസ്റ്റ്. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അവരുടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അവരുടെ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ. കുട്ടികളിൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പക്ഷേ വയറുവേദന എന്നായിരിക്കും പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് അവിടെ വേദനിക്കുന്നു എന്നാവും പറയാം. നമ്മളത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക കുട്ടികളിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന്? മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ ചിൽഡ്രൻ രണ്ട് വിധത്തിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ ദ ഫീമെയിൽ ചൈൽഡ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ്. Child will present with fever, child will present with frequency. ഇത് രണ്ടും മാത്രമേ സിംറ്റംസ് കാണൂ, കുഞ്ഞായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ. അപ്പോൾ അത് നമ്മൾ പ്രിസ്യൂം ചെയ്തിട്ട് യൂറിൻ എടുത്ത് കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏതാണ് ഓർഗാനിസം കാണുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി നോക്കിയിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. ദാറ്റ് ഈസ് ഓൺലി ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതിൻ്റെ പുറകിൽ നമുക്കൊരു വലിയ കർത്തവ്യം ബാക്കിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നത്? ഇപ്പം എൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ കുഞ്ഞോ ആണെങ്കിൽ എന്തുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു എന്ന് കണ്ടുപിടിക്കും. മെയിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ ഇൻവേരിയബിളി കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെ വേദന ഉണ്ടാവും. യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെ ഓരോ സമയം ആ കുട്ടി യൂറിൻ പാസ് ചെയ്യുന്ന പീനിസിനെ മെല്ലെ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ നോക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം അത് ഏതോ പീനിസിൻ്റെ അകത്ത് പെയിൻ ഉള്ളത് കൊണ്ടാണെന്നുള്ളത്. കൂടാതെ ദേ വിൽ ഓൾ ഹാവ് ഫീവർ ഓൾസോ. ഫീവർ എന്തായാലും മസ്റ്റായിട്ടും കാണും. മസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ, ബട്ട് ഫീവർ ഇസ് എ പ്രസന്റിംഗ് സിംപ്റ്റം. നമ്മൾ ഇപ്പോൾ ചികിത്സിക്കാതെ വിട്ടാൽ എന്താണ് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ യൂറിനറി? കുട്ടികളിലോ? ബോത്ത്, എല്ലാവരിലും, ആരാണെങ്കിലും. ഏത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെങ്കിലും ട്രീറ്റ് ചെയ്യണം. എന്നാൽ കുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നത് കൂടാതെ ഈവൻ ഇൻ ദി അഡൽട്ട് മെയിൽ ആണെങ്കിലും ഇഫ് ദേ ഹാവ് എ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതിൻ്റെ കാരണം എന്നാന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം ഒരു അൾട്രാസൗണ്ട് സ്കാൻ, ചിലപ്പം ഒരു എക്സ്റേ, അപൂർവം ചില കേസിൽ ഒരു CT സ്കാൻ. ഇത് മൂന്നുമാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ. അതിൽ കോമണസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനാണ്. അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ശരീരത്തിനെ യാതൊരു വിധത്തിലും അത് ബാധിക്കുന്നില്ല, ബോഡിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. So it's a very safe investigation. It is done in pregnant women. So even if you are pregnant, ultrasound scan നമുക്ക് ചെയ്യാൻ പറ്റും. അൾട്രാസൗണ്ട് സ്കാനും ചിലപ്പോൾ എക്സ്റേയും അപൂർവം ചില കേസിൽ ഒരു CT സ്കാനും ചെയ്യേണ്ടി വരും. CT സ്കാനിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ വളരെ ചെറിയ കല്ലുകളാണെങ്കിലും നമുക്കത് കാണാൻ പറ്റും. അൾട്രാസൗണ്ട് ഇൻ്റർപ്രറ്റീവ് ആണ് ഡയഗ്നോസിസ്. അതായത് ആ ചെയ്യുന്ന സോണോളജിസ്റ്റിൻ്റെ കഴിവനുസരിച്ചാണ് കല്ല് കണ്ടുപിടിക്കുന്നത്. അതേസമയത്ത് CT സ്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു മാപ്പാണ്. നമുക്ക് ആർക്ക് കണ്ടാലും അതിൻ്റെ അകത്ത് കല്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് CT സ്കാൻ ഈസ് പ്രോബബ്ലി ദ ബെസ്റ്റ് ഡയഗ്നോസിസ്. ദർ ആർ മെനി യൂറോളജി സെൻറ്റേഴ്സ് വെയർ ദ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട്സ് ഫ്രം എ CT സ്കാൻ. പക്ഷെ നമ്മൾ അത്രയും ഒരു ലെവലിലോട്ട് പോയിട്ടില്ല. കാരണം നമ്മുടെ പേഷ്യൻസ് വരുന്നവർ കുറച്ചുകൂടെ എക്കണോമിക്കലി വീക്കർ ആയതുകൊണ്ട് വി ഡു ആൻ അൾട്രാസൗണ്ട് സ്കാൻ അറ്റ് ലീസ്റ്റ്. നമ്മൾ കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആൻഡ് സ്റ്റോൺ ഡിസീസസ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നത്. വെൽക്കം ബാക്ക് ടു കെയർ ആൻഡ് ക്യൂർ. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആൻഡ് സ്റ്റോൺസ് എന്ന വിഷയത്തിനെ കുറിച്ചാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നി ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടോ? യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് മാത്രം കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യ ഈസ് എ ലാർജ് പോപ്പുലേഷൻ ഓഫ് ഡയബറ്റിക്സ് ആൻഡ് about 70 to 75% of end-stage renal disease, അതായത് ടെർമിനൽ റീനൽ ഡിസീസ്, അതായത് ഒന്നിൽ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ
എണ്ണം ഇന്ത്യയിൽ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് ദ കോമണസ്റ്റ് കോസ് ഇസ് ഡയബറ്റീസ്. സോ ഡയബറ്റീസ് ഉള്ളവർക്ക് റെക്കറൻറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോമൺ ആണ്. കാരണം യൂറിനിൽ എപ്പോഴും ഷുഗർ ഉണ്ടാവും. ആ ഷുഗർ ഉള്ളപ്പം അത് ഈ അണുക്കൾക്ക് വളരാനായിട്ടുള്ള ഭക്ഷണമാണ്. അപ്പം നമ്മൾ യൂറിനിൽ ഷുഗർ കൂടുതൽ കൊടുക്കുന്തോറും ഈ അണുക്കൾ അവിടെ തന്നെ അങ്ങ് താമസിക്കാൻ തുടങ്ങും. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ പല ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞ് ഇത് ആൻറ്റിബയോട്ടിക്സിനൊക്കെ റെസിസ്റ്റൻ്റ് ആവും. അപ്പോൾ ക്രോണിക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മേ ബി ആൻ അക്കോമ്പനിമെൻറ്റ് ഓഫ് കിഡ്നി ഫെയിലിയർ. പക്ഷേ കിഡ്നി ഫെയിലിയറിൻ്റെ കോമണസ്റ്റ് കോസ് ഇസ് ഡയബറ്റീസ്. ആൻഡ് നമ്പർ 2 ഈസ് അബ്യൂസ് ഓഫ് പെയിൻ കില്ലേഴ്സ്. നമുക്ക് ഈ പാരസെറ്റമോളൊക്കെ ഈ ഇവിടെയൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട, നമുക്ക് ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാം. അപ്പം പല ആൾക്കാർക്കും വൈകുന്നേരം ഈയിടെ എൻ്റെ ഒരു പേഷ്യൻ്റ് പറഞ്ഞു, ദിവസവും വൈകിട്ട് ഞാൻ 2 പാരസെറ്റമോൾ കഴിക്കുമെന്നുള്ളത്. ഞാൻ ചോദിച്ചു എന്തിനാണ് കഴിക്കുന്നത്? അത് കഴിച്ചാൽ എനിക്ക് നല്ല ഉറക്കം വരും. അതൊരു സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ്. പക്ഷേ ഇദ്ദേഹം ഡെയിലി രാത്രി 2 പാരസെറ്റമോളാണ് കഴിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അത് കാരണം വരുന്ന ഒരു അനാൽജസിക് അബ്യൂസ്. സോ ദ കോമണസ്റ്റ് കോസ് കിഡ്നി ഫെയിലിയറിന് ഡയബറ്റീസ് ആണ്. ദി സെക്കൻഡ് കോമണസ്റ്റ് കോസ് വിൽ ബി അബ്യൂസ്. അതുപോലെ നമ്മൾ മൂത്രത്തിൽ രക്തം കാണുന്ന ഒരു അസുഖമുണ്ടല്ലോ, അതിൻ്റെ ഒരു യൂറിനിൽ ബ്ലഡ് ആര് കണ്ടാലും, അത് കുട്ടികളാണെങ്കിലും ശരി, ലേഡീസ് ആണെങ്കിലും ശരി, ആണുങ്ങളാണെങ്കിലും ശരി, തീർച്ചയായിട്ടും യൂറോളജിസ്റ്റിനെ വിതിൻ 24 hours കണ്ടിരിക്കണം. ഓക്കെ. യൂറിനിൽ ബ്ലഡിൻ്റെ പല കാരണങ്ങളുണ്ട്, എന്നാൽ ഒരു കാരണം ക്യാൻസറാണ്. അപ്പം യൂറിനറി ട്രാക്ട്, കിഡ്നിക്കകത്തോ യൂറിറ്ററിൻ്റെ അകത്തോ ബ്ലാഡറിൻ്റെ അകത്തോ ക്യാൻസർ അല്ലെങ്കിൽ യൂറിത്രയ്ക്കകത്തോ ക്യാൻസർ ഉണ്ടെങ്കിൽ അതാദ്യം കാണിക്കുന്നത് യൂറിനിൽ ബ്ലഡായിട്ടാണ്. പ്രത്യേകിച്ച് ആ ബ്ലഡ് നല്ല ബ്രൈറ്റ് റെഡ് ബ്ലഡ്, അതായത് സാധാരണ നമുക്ക് എവിടെയെങ്കിലും ഒരു കത്തി കൊണ്ടോ വല്ലതും മുറിഞ്ഞാൽ വരുന്ന ആ രക്തം, ആ കളറിലുള്ള ബ്ലഡ് കളർഡ് യൂറിൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും 24 മണിക്കൂറിനകം അല്ലെങ്കിൽ അതിന് നേരത്തെ തന്നെ ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിരിക്കണം. ബിക്കോസ് വി വാണ്ട് ടു റൂൾ ഔട്ട്, അവർക്ക് ക്യാൻസർ സംബന്ധമായ രോഗം ഇല്ല എന്നുള്ളത് സ്ഥാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഡോക്ടർ, അതുപോലെ നമ്മൾ ദിസ് പാർട്ട് ഓഫ് വേൾഡ് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വളരെ ഇപ്പോൾ മുന്നുള്ള ജനറേഷൻസിനെ നോക്കുമ്പോൾ കൂടുതലാണ്. ഇപ്പോൾ വളരെ കോമൺ ആയി നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. അതിന് നമുക്ക് ഈ ഒരു UTI ട്രാക്ട് അങ്ങനെ എന്തെങ്കിലും ഒരു യൂറിനറി ട്രാക്റ്റുമായിട്ട് ഇൻഫെർട്ടിലിറ്റി വളരെ റെയറാണ്. എന്നാൽ ലേഡീസിന്, ലേഡിയുടെ ഇൻഫെർട്ടിലിറ്റി പെൽവിക് ഇൻഫെക്ഷൻ, പെൽവിസിലുള്ള ഇൻഫെക്ഷൻ കാരണം അവർക്ക് ട്യൂബ്സ് ബ്ലോക്ക് ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഓവറീസിൽ അഡീഷൻസ് ഉണ്ടാവും. അങ്ങനെയെല്ലാം കാരണങ്ങളാണ് പെൽവിക് ഇൻഫെക്ഷൻ ഉള്ള ഒരു ലേഡിക്ക് ഇൻഫെർട്ടിലിറ്റി വളരെ ജാസ്തിയാണ്. അതേസമയത്ത് മെയിൽസിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാരണം ഇൻഫെർട്ടിലിറ്റി വരത്തില്ല. പക്ഷേ ഇൻഫെർട്ടിലിറ്റിയുടെ മെയിൻ കോസ് നമ്മളിവിടെ കാണുന്നത് മോസ്റ്റ്ലി ഇറ്റ് ഈസ് സ്ട്രെസ് റിലേറ്റഡ്. രാവിലെ എണീക്കുക, വാഹനത്തിൽ കയറുക, 2 മണിക്കൂർ ഓടിക്കുക, 8-9 മണിക്കൂർ ജോലി ചെയ്യുക, പിന്നെയും 2 മണിക്കൂർ വാഹനം ഓടിച്ച് തിരിച്ച് വീട്ടിൽ വരിക, എല്ലാം കഴിയുമ്പോഴത്തേക്ക് കഷ്ടിച്ച് ഉറങ്ങാനുള്ള സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ദേ ആർ ഓൾ സ്ട്രെസ്ഡ് ഔട്ട്. സോ സ്ട്രെസ് റിലേറ്റഡ് ഓളിഗോസ്പെർമിയ, അതായത് സ്പേം കൗണ്ട് കുറയുന്നത് വളരെ കോമൺ ആയിട്ടൊരു കോസാണ്. ദി നെക്സ്റ്റ് കോമൺ കോസ് ഇസ് പ്രസൻസ് ഓഫ് കൺജനിറ്റൽ വെരിക്കോസീൽസ്. അതായത് ടെസ്റ്റിസിൻ്റെ മുകളിലുള്ള നരമ്പുകൾ തടിച്ച് കിടക്കുന്നത് കൊണ്ട് ടെസ്റ്റിസിൻ്റെ അകത്തെ ബീജ ഉൽപാദന ശേഷി കുറയും. അങ്ങനെ കുറയുന്നവർക്ക് കൗണ്ട് കുറയുന്നതുകൊണ്ട് അവർക്ക് അവരുടെ വൈഫിനെ പ്രഗ്നൻ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഡോക്ടർ, അതുപോലെ നമ്മളൊരു ഹെൽത്തി ഒരു ബോഡിയിൽ നിന്ന് വരുന്ന യൂറിൻ്റെ ഒരു കളർ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് നമ്മൾ അതിനെ? യൂറിൻ്റെ കളർ യെല്ലോ ആണ്. ഹെൽത്തി യൂറിൻ ഈസ് യെല്ലോ ബിക്കോസ് യൂറിൻ കണ്ടെയ്ൻസ് യൂറോബിലിനോജിൻ. യൂറോബിലിനോജിൻ ഈസ് എ ഡീഗ്രേഡഡ് പ്രോഡക്റ്റ് ഓഫ് ബിലിറൂബിൻ. സോ ആ ബിലിറൂബിൻ ബോഡിയിൽ നിന്ന് പുറത്ത് കളയുന്നത് കിഡ്നി കൂടാണ് ബോഡി കളയുന്നത്. അതുകൊണ്ട് യൂറിൻ ഓൾവേസ് ഈസ് സ്ലൈറ്റ്ലി യെല്ലോ ഇൻ കളർ. വെള്ളം കൂടി കുറയുമ്പോൾ അത് കൂടുതൽ ഡാർക്കർ യെല്ലോ ആവും. വെള്ളം കൂടി കൂടുമ്പോൾ അത് കുറച്ചുകൂടെ ലൈറ്റർ ആവും. ചിലപ്പം വളരെ ഇംപെർസെപ്റ്റബിൾ ആയിരിക്കും, നമുക്ക് യൂറിനിൽ അതിൻ്റെ കളർ കണ്ടില്ല എന്ന് വന്നേക്കാം. പക്ഷേ യൂറിൻ നോർമലി ഈസ് ലൈറ്റ് യെല്ലോ ഇൻ കളർ. അതേസമയത്ത് വളരെ കടും മഞ്ഞ കളറാണെങ്കിൽ യു ഹാവ് ടു തിങ്ക് ഓഫ് ജോണ്ടിസ്. അതുകൊണ്ട് ഡോക്ടറിനെ കാണിച്ചിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് യൂറിൻ്റെ അകത്തെ യൂറോബിലിനോജിൻ, ബൈൽ സോൾട്സ്, ബൈൽ പിഗ്മെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യണം. യൂറിൻ്റെ അകത്ത്
പിങ്ക് കളർ, റെഡ് കളർ ഈസ് ബ്ലഡ് ഇൻ യൂറിൻ. യൂറിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു കട്ടൻ ചായയുടെ കളറിൽ യൂറിൻ പോകും. ദാറ്റ് ഈസ് ബ്ലീഡിങ് യൂറിനറി ട്രാക്റ്റിൽ നടന്നതിന് ശേഷം ആ ബ്ലഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആസിഡ് ഹിമാറ്റ്. അത് വരുന്നുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായയുടെ കളർ വരും. അപ്പോൾ യൂറിനിൽ ഡാർക്ക് യെല്ലോ കളർ, യൂറിനിൽ പിങ്ക് കളർ, യൂറിനിൽ റെഡ് കളർ, യൂറിന് കട്ടൻ ചായയുടെ കളർ, ഇത് 4 ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു യൂറോളജിസ്റ്റിനെ കാണണം. അതുപോലെ ഡോക്ടർ, പ്രോസ്റ്റേറ്റസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മെയിൽ പേഷ്യൻസിന് വരുന്നൊരു അസുഖമാണ്. അതിൻ്റെ അതിനെ കുറിച്ചൊന്ന് പറയുമോ, പ്രോസ്റ്റേറ്റസിനെ കുറിച്ച്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എല്ലാ പുരുഷന്മാർക്കും ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കാലക്രമേണ പ്രായമാകും തോറും വികസിക്കും. അത് പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റ്. അത് നോർമൽ പ്രോസസ്സാണ്, അത് അബ്നോർമൽ പ്രോസസ്സ് അല്ല. എന്നാൽ വളരെയേറെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വികസിച്ച് കഴിയുമ്പോൾ മൂത്രക്കുഴലിൻ്റെ 2 സൈഡിലാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നോർമലി ഒരു ചെറിയ പുളിനാരങ്ങയുടെ അത്രയും സൈസ് ഉണ്ടാവും. ആ പുളിനാരങ്ങയുടെ അകത്തൂടാണ് ഈ യൂറിത്ര പോകുന്നത്. അപ്പം ഈ പുളിനാരങ്ങ വലുതാകുന്നുണ്ടെങ്കിൽ യൂറിത്രയെ പിടിച്ചത് അമർത്തിയിട്ട് മൂത്രം ഒഴിക്കാനായിട്ട് തടസ്സം വരും. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് സാധാരണ യൂഷ്വലി ഒരു 50 വയസ്സ് 55 വയസ്സിന് ശേഷമാണ് അവർക്ക് യൂറിൻ ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണം. മെയിൻ കംപ്ലയിൻ്റ് അവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, രാത്രിയിൽ എൻ്റെ ഡോക്ടറെ ഉറങ്ങാൻ പറ്റുന്നില്ല, പല പ്രാവശ്യം എണീക്കണം, 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടുന്നുണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് വാഷ്റൂമിൽ പോകണം, തിരിച്ചു വന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല, കുറേ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും, പിന്നെയും ഞാൻ എണീക്കും ബാത്റൂമിൽ പോകാൻ. ഫ്രീക്വൻസി, നോക്ടൂർണൽ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ദ കോമണസ്റ്റ് സിംറ്റം ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റ്. പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റ് ഇപ്പം വളരെ നല്ല ചികിത്സകൾ അവൈലബിൾ ആണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ദി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഫോർ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻറ്റ്. അല്ലെങ്കിൽ പിന്നെ വളരെ വലിയ ഗ്രന്ഥിയാണെങ്കിൽ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ വയ്യാത്ത ഗ്രന്ഥിയാണെങ്കിൽ അതിനെ എൻഡോസ്കോപ്പിക്കായിട്ട് പുറത്തൂടെ ഓപ്പറേഷൻ ഇല്ലാതെ മൂത്രക്കുഴലിൽ കൂടെ എടുത്ത് കളയേണ്ടി വരും. ഓർക്കേണ്ട കാര്യം, പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇതേ സിംറ്റംസ് ആണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഞാൻ പറഞ്ഞ സിംറ്റംസ് ഉള്ളവരെല്ലാവരും ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ല എന്നുള്ളത് യൂറോളജിസ്റ്റിനെ കൊണ്ട് സ്ഥാപിച്ച് ക്ലിയർ ആക്കണം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ അത്? എന്റെ പേര് രേണു എന്നാണ്. രേണു, ഡോക്ടർ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹായ് രേണു. രേണു, പെട്ടെന്ന് ചോദിച്ചോളൂ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കൂ. ഓക്കെ. അതായത് എനിക്കൊരു മകളുണ്ട്. മകളുടെ പേര്, മക്ക ഒരു 14 വയസ്സുണ്ടേ. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ ഈ കുറച്ചു ദിവസമായി നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. പറയുന്നു സ്നീസിങ്ങും ചുമക്കുകയും ഒക്കെ ചെയ്യുമ്പം എനിക്ക് പിന്നെ യൂറിൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു ടെൻഷന്, ഇപ്പം ടീനാണ്. അപ്പൊ ഇനി ആരെയാ, യൂറോളജിയെ കാണിക്കണോ ഗൈനിയെ കാണിക്കണോ എന്നുള്ളൊരു സംശയം. മോളെ യൂറോളജിസ്റ്റിനെ തീർച്ചയായിട്ടും കാണിക്കണം. കാരണം സാധാരണ സ്നീസ് ചെയ്യുമ്പോഴും ചുമയ്ക്കുമ്പോഴൊന്നും യൂറിൻ പോകാൻ പാടില്ല. അപ്പൊ ആ ഡിസീസിനെ നമ്മൾ വിളിക്കുന്നത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ്. സ്ട്രെസ് ചെയ്യുന്നുണ്ടെ അറിയാതെ മൂത്രം പോവുക. ഒന്നാമത് അത് വളരെ എംബാരസിങ് ആണ്. 2 പാൻറ്റീസൊക്കെ വല്ലാതെ വെറ്റായിട്ട് ആ ഏരിയയിലൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള പ്രവണത കൂടുതലാണ്. 3ാമത് അത് പാടില്ലാത്ത ഒരു രോഗമാണ്. അപ്പോൾ കൊണ്ട് യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോമണസ്റ്റ് കോസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആവാം. ചിലപ്പം യൂറിനിൽ നിന്ന് ബ്ലാഡറിൽ നിന്ന് പോകുന്ന മൂത്രക്കുഴലിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ബ്ലാഡറിൻ്റെ അകത്ത് മൂത്രം ബാക്കി നിന്നിട്ട് ചുമയ്ക്കുന്നുണ്ടെ അറിയാതെ പുറത്തു പോകുന്നതായിരിക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് ചികിത്സിക്കണം. കാര്യം പൊതുവെ നമ്മൾ ലേഡീസ് ഒക്കെ ഡെലിവറി ഒക്കെ 3-4 ആയിട്ട് അങ്ങനെ വരും. ഇത് കൊച്ചു പിള്ളേർക്ക് അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യൂറോളജിസ്റ്റിനെ കാണിക്കണം. ഓക്കെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു റീനു. ഡോക്ടർ, നമ്മുടെ സമയം അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഡോക്ടർ. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അങ്ങനെ നമ്മുടെ കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വിമൻസ് വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ പുതിയൊരു മാസത്തിൽ പുതിയൊരു എപ്പിസോഡുമായി ഞാനും ആദ്യം വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.